ഹായ് ഗൈസ്. അപ്പോൾ ലേഡീസ് ഹോസ്റ്റലിനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ കമൻറ്റ്സ് എനിക്ക് വന്നു, ബോയ്സ് ഹോസ്റ്റലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച്. എനിക്ക് വീഡിയോ ചെയ്യണേൻ്റെ കുഴപ്പമില്ല, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോയ്സ് ഹോസ്റ്റലിനെ പറ്റി അന്വേഷിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. അപ്പോൾ കൂടുതലായിട്ടും എനിക്ക് ബോയ്സ് ഹോസ്റ്റലിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സും പിന്നെ അത്യാവശ്യം ഞാൻ അന്വേഷിച്ച് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ട് നോക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അഭിപ്രായം സ്വീകരിച്ചാൽ മതി. കാരണം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെയാണ് ശരിക്കും ബോയ്സ് ഹോസ്റ്റലെന്ന്. എം എച്ചിനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എം എച്ചിൽ ഇപ്പോൾ ബോയ്സ് ഇപ്പോൾ കോളേജ് ഹോസ്റ്റലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിൽ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും കോഷൻ കൊടുക്കേണ്ടത്, ഒരു കോഷൻ കൊടുക്കണം ആദ്യം തന്നെ. 6000 പ്ലസ് അഡ്മിഷൻ ആയിട്ടൊരു 2000 രൂപ, മൊത്തത്തിൽ ഒരു 8000 രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. എം എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് മെൻസ് ഹോസ്റ്റലാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഗേൾസിനായാലും ബോയ്സിനായാലും സ്റ്റാർട്ടിങ്ങിൽ ഒരു 8000 രൂപ നിങ്ങൾ കോഷനായിട്ട് 8000 രൂപ പേ ചെയ്യേണ്ടി വരും. അതിൽ 6000 കോഷനാണ്, അത് നിങ്ങൾ പോകുന്ന ടൈമൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുന്ന പറഞ്ഞ്. പിന്നെ 2000 ആ ഹോസ്റ്റലിലേക്കുള്ളൊരു അഡ്മിഷൻ ഫീ പോലെ. പിന്നെ SC ST കാരൊക്കെ ഇല്ലേ, അങ്ങനെ റിസർവേഷൻ ഉള്ളവർക്ക് കോഷൻ ഇല്ല, പക്ഷേ 2400 സംതിങ് അവർ പേ ചെയ്യേണ്ടി വരും. പിന്നെയെന്ന് പറയുന്നത് മന്ത്ലി ഫീസില്ലേ, അതൊരു 2500 to 3000 റേഞ്ച് വരും. അങ്ങനെയാണ് മന്ത്ലി ഫീസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പം മെസ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ മെസ്സ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ആ മെസ്സൊക്കെ കട്ടായിട്ട് മാക്സിമം വരുന്ന എമൗണ്ട് ആണ് 3000. റെന്റ് പ്ലസ് മെസ്സും കൂടെ കൂട്ടിയിട്ട് എന്നിട്ടാ കോളേജ് ഹോസ്റ്റലിൽ മെൻസ് ഹോസ്റ്റലിൽ നിങ്ങൾക്ക് വരുന്ന ഫീ ആണ് ഒരു 2500 to 3000 റേഞ്ച്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി തോന്നുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഞാൻ കമൻസ് കണ്ടു, ഇങ്ങനെ ബോയ്സ് ഹോസ്റ്റലിൽ അലമ്പാണോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. എടാ, അലമ്പൊന്നുമില്ല, എല്ലാവരും നല്ല പിള്ളേർ തന്നെയാണ്. അത്യാവശ്യം നല്ല പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും ഹോസ്റ്റലിലുള്ള. പിന്നെ ചിലപ്പോൾ കുറച്ച് കുസൃതികൾ കാണിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അറിഞ്ഞെടുത്തോളം എം എച്ചിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തെറ്റായിട്ടുള്ള ഒന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അടിപൊളിയാണെന്നാണ് അറിഞ്ഞത്. പിന്നെ സീനിയേഴ്സിൻ്റെ ഒക്കെ റാഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഹോസ്റ്റലിലില്ല. ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എവിടെയായാലും ഇപ്പം ഒരു ബാഡ് കമ്പനി വേണമെന്നൊന്നുമില്ലല്ലോ. നമ്മുടെ കാര്യം നോക്കുക, സേഫായിട്ടിരിക്കാൻ നോക്കാം. അറിഞ്ഞെടുത്തോളം അവിടെ ഹോസ്റ്റലിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എം എച്ച് കിട്ടില്ല. അപ്പോൾ പ്രൈവറ്റ് ഹോസ്റ്റൽസ് ചൂസ് ചെയ്യേണ്ടി വരും. അതിന് മുന്നായിട്ട് എം എച്ചിൽ നമുക്ക് കിട്ടേണ്ട, അതായത് ഹോസ്റ്റലിൽ കിട്ടാനുള്ള ക്രൈറ്റീരിയ, നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും അലോട്ട്മെൻറ്റിനും കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഡിസ്റ്റൻസ് കൂടുമ്പോൾ നമുക്ക് ചാൻസ് ഉണ്ട്, പ്ലസ് ഇൻകം ഇപ്പോൾ ഒരു 1 lakh താഴേക്കാണെങ്കിൽ നമുക്ക് കൂടുതൽ ചാൻസസ് ആണ് ഹോസ്റ്റലിൽ കിട്ടാൻ. പിന്നെ SC ST VPL പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി എന്താ പറയുക പ്രയോറിറ്റി കൂടും. പിന്നെ അവർക്ക് കുറച്ചുകൂടി ഹോസ്റ്റൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി പ്രൈവറ്റ് ഹോസ്റ്റൽസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5000 to 6000 റേഞ്ചൊക്കെ എന്തായാലും ഫീസ് വരും. പിന്നെ അതിനും താഴെ ഫീ ഉള്ള കുറച്ച് ഹോസ്റ്റൽസ് ലൈക്ക് MEA പോലത്തെ ഹോസ്റ്റലാണ്. അവിടെ മെയിൻലി മുസ്ലിംസിനാണെന്ന് അറിഞ്ഞ്. പിന്നെ മറ്റ് കമ്മ്യൂണിറ്റീസിനും അവിടെ സീറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ, പക്ഷേ വേക്കൻസി ഉണ്ടോയെന്ന് അറിയില്ല. കാരണം MEA ഒക്കെ അടിപൊളി ഹോസ്റ്റലാണ്. അപ്പോൾ എപ്പോഴും അത് ഓൾമോസ്റ്റ് ഫിൽഡ് ആയിരിക്കും. പിന്നെ 1-2 വേക്കൻസി എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ MEAയിൽ. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ഹോസ്റ്റൽസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ യൂണിയൻ ലൈക്ക് നമുക്ക് കോളേജിൽ ഒരു യൂണിയൻ ഉണ്ടാവില്ല, അപ്പോൾ അവരിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും നല്ല ഹോസ്റ്റൽസ് ഏതെന്നുള്ള ഒരു ലിസ്റ്റ് കോളേജിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ലിസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുക, അവരുടെ കോൺടാക്ട്സും കാര്യങ്ങളും, അതായത് മീൻസ് ആ ഹോസ്റ്റലിൻ്റെ കോൺടാക്ട് ഞാൻ ഷെയർ ചെയ്യുക. എന്നിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുക ഇൻ ദ സെൻസ് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അത് നോക്കുക, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ, പഠിക്കാൻ കുറച്ച് സ്പേസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വേറെ ആൾക്കാരുടെ ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല, ഒരു എലോൺ സ്പേസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലേ പഠിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ പ്രയോറിറ്റി ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്കും. പിന്നെ എത്ര ആൾക്കാർ വെച്ച് റൂം ഷെയർ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾക്കേ അറിയുള്ളൂ. നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ്, ഏത് റേഞ്ചിലാണ് നിങ്ങൾക്ക് ഫീ വേണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വിളിച്ച് ചോദിക്കുക. എനിക്ക് ബോയ്സ് ആയതുകൊണ്ട് കറക്റ്റ് എനിക്കറിയില്ല നിങ്ങളുടെ രീതികൾ എങ്ങനെയാണ്. ബട്ട് മെജോറിറ്റി ഞാൻ കണ്ടിരിക്കുന്നത് ബോയ്സ് കുറച്ചും കൂടി സിമ്പിളാണ് ആൻഡ് ഈസിലി അഡ്ജസ്റ്റബിൾ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ ബോയ്സ് റെൻറ്റിന് വീടെടുത്തിട്ട് പുറത്ത് പോയി കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആ ഒരു ഹോസ്റ്റലിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയുക, മെസ്സും റെൻറ്റും ഒരുമിച്ചുള്ള ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ പല ടൈപ്പ് ബോയ്സ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണ്, കാര്യങ്ങൾ എന്താണെന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന അത്യാവശ്യം എനിക്ക് കിട്ടിയ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ അതിലേതാ കുറച്ചുകൂടി നല്ലതെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ വലിച്ചു വരിയൊന്നും പറയുന്നില്ല, ഞാൻ കാര്യത്തിലൂടെ കിടക്കാം. ഇപ്പോൾ യൂണിയൻ്റെ അണ്ടറിൽ വരുന്ന ഹോസ്റ്റൽസ് ആണെങ്കിൽ യൂണിയനിൽ അതിലൊരു കൺട്രോൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് യൂണിയൻ്റെ അടുത്ത് പറയാം, ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവർ വന്ന് സോൾവ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ യൂണിയൻ്റെ കൺട്രോളിലുള്ള കുറച്ച് ഹോസ്റ്റൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അത് നോക്കുക.
എന്നിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ പ്രൈവറ്റ് ഹോസ്റ്റൽസ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾക്ക് MHൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആദ്യമേ അവരോട് പറയണം. ഇങ്ങനെ MHൽ കിട്ടാൻ സാധ്യതയുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഒരു മാസം എങ്ങാനും ഇവിടെ ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മിക്ക ഹോസ്റ്റലിലും ഇപ്പോൾ ഒരു കോഷൻ പോലെ ഒരു എമൗണ്ട് മേടിക്കുമല്ലോ, അത് ചിലപ്പോൾ ചിലവർ റിട്ടേൺ ചെയ്തെന്ന് വരില്ല. അപ്പം അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോയി പേയ്മെൻറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലർ തിരിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ ചിലർ ഇത്രയും നാൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും റിട്ടേൺ ചെയ്ത് തരാൻ. അതിൻ്റെ പേരിൽ പിന്നീട് പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞത്. എന്നൊരു കാര്യം പറയാം, ചിലപ്പോൾ മാറേണ്ട വരും. വന്നിട്ട് അവർക്ക് അത് ഓക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രം അത് ഉറപ്പിക്കാൻ നിൽക്കുക. യൂണിയൻ്റെ ലിസ്റ്റ് ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ പ്രയോറിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കി ഈ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആണോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ ലിസ്റ്റ് എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ പൊതുവേ ഞാൻ കേട്ടത് MA നല്ല ഹോസ്റ്റലാണ്, വാപ്പച്ചി, വൈറ്റ് ഹൗസ്, ഇഫ, അതിന് കാവേരി ദേവി, ഇതൊക്കെ അത്യാവശ്യം നല്ല ഹോസ്റ്റലാണെന്നാണ് കേട്ടത്. പിന്നെ വാപ്പച്ചിയിൽ ലൈക്ക് ക്ലെൻലിനെസ് കുറച്ച് കുറവാണെന്നാണ് കേട്ടത്, എനിക്കറിയില്ല, ഞാൻ കേട്ടൊരു കാര്യമാണ്. പിന്നെ വൈറ്റ് ഹൗസും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കൂടുതൽ പിള്ളേരുള്ളതാണ് വൈറ്റ് ഹൗസിൽ. പക്ഷെ ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇഫയും അത്യാവശ്യം നല്ലൊരു ഹോസ്റ്റലാണ്, പക്ഷേ ഇപ്പോൾ അവിടെ ഫുള്ളി സെക്കൻഡ് ഇയേഴ്സ് മാത്രമേ ഉള്ളൂ, ആൻഡ് 1-2 വേക്കൻസീസ് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾക്കത് അഡ്ജസ്റ്റബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. പിന്നെ കാവേരിയും അത്യാവശ്യം, കാവേരിയിലെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് കേട്ടെ. കാവേരി നല്ല ഹോസ്റ്റലാണ്, ദേവിയും നല്ല ഹോസ്റ്റലാണെന്ന് കേട്ടെ. ഞാൻ കേട്ട കുറച്ച് ഹോസ്റ്റൽസ് അത്യാവശ്യം നല്ലതാണെന്ന് പറഞ്ഞത് ഇതാണ്. റേറ്റും ഏകദേശം ഒരു 5,000 to 6,000 റേഞ്ച്. MAയിലൊക്കെ ഫീസ് കുറവാട്ടോ, 1500 രണ്ടുള്ളി. ഫുഡും കൂടിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം 5000 റേഞ്ചൊക്കെ വരും. ഏകദേശം ആ റേഞ്ച് വരുന്ന ഹോസ്റ്റൽസാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് യൂണിയൻ്റെ കീഴിലുള്ള ഹോസ്റ്റൽസ് അല്ല കേട്ടോ പലതും. ഈ വൈറ്റ് ഹൗസ് ഒക്കെ യൂണിയൻ്റെ ഇതിലുള്ളതാണ്. ഞാൻ കാണിക്കാം യൂണിയൻ്റെ കീഴിലുള്ളത് എന്താണ്. പിന്നെ അല്ലാണ്ട് സെപ്പറേറ്റ് ഹോസ്റ്റൽസ് എനിക്ക് കിട്ടിയത്. ഇത്രയും ഹോസ്റ്റലിനെ പറ്റി എനിക്ക് അറിയുള്ളൂ, അതും വ്യക്തമായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. നിങ്ങൾ വിളിക്കാൻ വീണ്ടും പറയാം, നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക എങ്ങനെയാണ് വേക്കൻസി, എങ്ങനെയാണ് പഠിക്കാൻ സൗകര്യം ഉണ്ടോ നോക്കുക, ക്ലെൻലിനെസ് ഉണ്ടോ നോക്കുക, എന്തൊക്കെ ആവശ്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് പോയി അന്വേഷിച്ച് നോക്കിയിട്ട് ഹോസ്റ്റൽ സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഗേൾ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ബോയ്സ് ഹോസ്റ്റലിനെ പറ്റി ഐഡിയ ഇല്ല. നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നോക്കുന്നതെന്ന് എനിക്ക് ഐഡിയ ഇല്ല. നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ MHൽ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യം ഉണ്ടെന്ന് ഞാൻ കേട്ടെ. പറ്റുകയാണെങ്കിൽ നിങ്ങൾ MHൽ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പം നല്ല ഓൺലൈനിൽ ഇപ്പം ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ഹോസ്റ്റൽസാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സെപ്പറേറ്റ് വീട് എടുക്കാമെന്നാണെങ്കിൽ അങ്ങനെ എടുക്കുക, നിങ്ങളുടെ പ്രയോറിറ്റീസിനനുസരിച്ച് ചെയ്യുക. സത്യം പറഞ്ഞാൽ എനിക്ക് ബോയ്സ് ഹോസ്റ്റലിനെ പറ്റി ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ്, കാരണം എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കൂടുതൽ അറിയാത്തതുകൊണ്ട്. ബോയ്സ് പറയുന്നതല്ലാണ്ട് ഞാൻ കേട്ടറിയുന്ന കാര്യങ്ങളല്ലാണ്ട് എനിക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ ലിമിറ്റേഷനും കാര്യങ്ങളുണ്ട്. വെറുതെ മണ്ടത്തിനെ വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ വിളിക്കുക, അന്വേഷിക്കുക, നോക്കുക. ബാക്കിയൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് ചെയ്യാം. എനിക്കിതിൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം അന്വേഷിച്ച് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത്. എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട് ബോയ്സ് ഹോസ്റ്റലിൻ്റെ കാര്യം ആയതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ സോറി. എനിക്ക് പറ്റാവുന്ന ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ആ ഹോസ്റ്റലിൻ്റെ പേരൊന്നും കൂടി പറയാം. MA വാപ്പച്ചിൽ കുറച്ച് ക്ലെൻലിനെസ് കുറവാണെന്നാണ് കേട്ടെ, എനിക്കറിയില്ല കേട്ടോ. പിന്നെ വൈറ്റ് ഹൗസ്, ഇഫ, കാവേരി, ദേവി. ഇഫയിൽ ഞാൻ പറഞ്ഞത് മറ്റേ സെക്കൻഡ് ഇയേഴ്സേ കൂടുതലും, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. കാവേരിയിൽ ഫുഡൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ദേവിയും ഇത് അത്യാവശ്യം നല്ല ഹോസ്റ്റൽസാണ്. പിന്നെ യൂണിയൻ്റെ കൺട്രോളുള്ള ഹോസ്റ്റൽസിന് യൂണിയന് കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂണിയന് ഇടപെട്ട് ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും, അതായത് പരിപാടിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അവിടെ കർഫ്യൂ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. MHൽ കിട്ടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, കാരണം ഒരു 3000 റേഞ്ച് അത്രേ വരുള്ളൂ മാക്സിമം. അല്ലാത്ത പക്ഷം നല്ല പ്രൈവറ്റ് ഹോസ്റ്റൽ നോക്കി എടുക്കുക. പിന്നെ യൂണിയൻ്റെ കീഴിലുള്ള ഹോസ്റ്റലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ യൂണിയനെ സമീപിക്കാം, കാര്യങ്ങൾ പറയാം. അവർക്ക് ഇടപെടാൻ പറ്റുന്നതാണെങ്കിൽ അവർ ഇടപെടും, പറ്റുന്നതാണെങ്കിൽ എന്നല്ല, അവർ ഇടപെടേണ്ടതാണെങ്കിൽ അവർ ഇടപെടും. ഓക്കെ, അപ്പോൾ ഞാൻ ലിസ്റ്റ് കൊടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ വെച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു ഗൈസ്. പിന്നെ നെഗറ്റീവ്സ് ആയാലും പോസിറ്റീവ്സ് ആയാലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക,
ഇഷ്ടമായാൽ മതി, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട. ഓക്കെ ഗൈസ്, താങ്ക് യു.